ഫ്രണ്ട്സ്, വെൽക്കം ടു ജൂലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സോയ ചങ്ക്സ് റോസ്റ്റാണ്. ഈ നോയമ്പ് കാലത്ത് ബീഫ് കഴിക്കുന്നത് പോലെ തന്നെ അതേ ടേസ്റ്റിൽ നമുക്ക് ഈ സോയ ചങ്ക്സ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ സോയ ചങ്ക്സ് ആണ്. കണ്ടോ, വലുതാണെങ്കിൽ നമ്മൾ അത് മുറിച്ച് 3-4 പീസായിട്ട് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ചെറുതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് തിളച്ച വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് ഇട്ട് വയ്ക്കാം. ആദ്യം നമുക്ക് ഈ ബേസണിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 400 ഗ്രാം സോയ ചങ്ക്സ് ആട്ടോ. ഞാനത് ആദ്യം പറയാൻ മറന്നുപോയി. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് ഇതിലിങ്ങനെ മുങ്ങിക്കിടക്കട്ടെ കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതിങ്ങനെ പൊങ്ങിയല്ലേ കിടക്കുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ശരിക്കും താഴേക്ക് കണ്ടോ താന്ന് പൊക്കോളും. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ സാദാ ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്, 2 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത്, ആവശ്യത്തിന് ഉപ്പ്, 2 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തത്. അത് തക്കാളിയുടെ പുളിയൊക്കെ നോക്കി നിങ്ങൾ ഇഷ്ടാനുസരണം എടുക്കാം. ഇവിടെ തക്കാളിക്ക് പുളി കുറവായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. 10-12 ചെറിയ ഉള്ളി, 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തു, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറക്കാം. ഇനി നമുക്ക് ഇതിൽ വെള്ളം കളഞ്ഞിട്ട് 2-3 പ്രാവശ്യം തണുത്ത വെള്ളം ഒഴിച്ച് നന്നായി പിഴിഞ്ഞ് വെള്ളമില്ലാതെ എടുക്കണം. 2 പ്രാവശ്യം ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ 3-ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ എടുത്തിട്ട് പിഴിഞ്ഞ് ഇതേപോലെ എടുക്കുക. കണ്ടോ, ജലാംശം ഇല്ലാതെ ഇങ്ങനെ എടുക്കുക. സോയ ഞാൻ 2-3 പ്രാവശ്യം കഴുകി നല്ലതുപോലെ പിഴിഞ്ഞ് വെള്ളമൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കൊരു കുക്കറിലേക്ക് ഈ സോയ ഇടാം. ഇനി നമുക്ക് കുക്കറിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇടാം. ചെറിയ ഉള്ളി ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നാലും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാനൊരു 10-12 ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ടത്. അല്പം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് സവാള വേഗം മൊരിഞ്ഞു കിട്ടും. ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. സോയ ചങ്ക്സിൽ നമ്മൾ ഉപ്പിട്ടാണ് എടുത്തിരിക്കുന്നത്.
ഇനി ഇതിലും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും നോക്കിയതിന് ശേഷം ഇതിന് ഉപ്പ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ ഒരുവിധം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, ആദ്യം കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ സാദാ ചില്ലി പൗഡർ, പിന്നെ ഗരം മസാല, എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് സോയ വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിൽ 1 ടീസ്പൂണാണല്ലോ നമ്മൾ എടുത്ത് വെച്ചത്. അതിൽ കുറച്ച് സോയ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. ബാക്കിയാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ടത് കേട്ടോ. മസാലകളെല്ലാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് ഈ തക്കാളി നല്ലപോലെ വെന്ത് ഇതിലേക്ക് ചേരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ചു. നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ വെന്ത് നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ശരിക്കും വെന്ത് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2-3 മിനിറ്റ് നമ്മൾ സോയ ഇതിലിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് ഡ്രൈ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ നോമ്പ് കാലത്ത് നമ്മൾ ബീഫ് ഒന്നും കഴിക്കാത്ത ആൾക്കാർക്ക് ഇത് ബീഫിന് പകരമായിട്ട് ബീഫിൻ്റെ അതേ ടേസ്റ്റോട് കൂടി കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു 2-3 മിനിറ്റ് മസാലയിലിട്ട് ഈ സോയ ചങ്ക്സ് നന്നായി വേവിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കറക്റ്റാണ്. അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് ഡീപ്പ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത് കണ്ടാൽ ഇപ്പോൾ ഒരു ബീഫ് ഡ്രൈ റോസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന പോലെ ഇല്ലേ? നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നോയമ്പ് എടുത്തിരിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് എല്ലാവർക്കും ഇത് കഴിക്കാം. എന്നാൽ നോയമ്പിൻ്റെ സമയത്ത് നമുക്കൊന്ന് ബീഫിന് തുല്യമായിട്ട് തോന്നത്തക്ക രീതിയിൽ നമുക്ക് ഇതൊന്ന് തയ്യാറാക്കാം. നിങ്ങൾക്ക് ഇനി ഇത് അല്പം ഗ്രേവി ആയിട്ടൊക്കെയാണ് വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അല്പം ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഗ്രേവി ആക്കി എടുക്കാം. ഞാനിവിടെ ഡ്രൈ റോസ്റ്റ് ആക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കണമെങ്കിൽ അതുപോലെ ഗ്രേവി ആക്കി എടുക്കാം. പിന്നെ ഞാൻ ഇതിൽ മല്ലിപ്പൊടി ഇട്ടിരിക്കുന്നത് ഇതിൽ വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ, ക്ഷമിക്കണം. അപ്പം മല്ലിപ്പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അത് വീഡിയോയിൽ പെട്ടില്ല. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ ബീഫ് അല്ലാത്ത ബീഫ് റോസ്റ്റ് അഥവാ സോയ ചങ്ക്സ് ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.